നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വാർത്തകൾ എന്താണെന്ന് നോക്കാം. 0% ക്രെഡിറ്റ് കാർഡ് എടുത്ത പലിശ ഇല്ല എന്നോർത്ത് ഇരിക്കുന്നവർ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. 0% ക്രെഡിറ്റ് കാർഡിൽ പലിശ ഇളവുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ക്രെഡിറ്റ് കാർഡ് ആവശ്യമാകുമ്പോഴെല്ലാം പേയ്മെന്റുകൾ നടത്തുന്നതിന് നിങ്ങൾക്ക് കടം വാങ്ങാനാകുന്ന ഫണ്ടിന് ഒരു ക്രെഡിറ്റ് പരിധി നൽകുന്നുണ്ട്. പുനഃസ്ഥാപിച്ച സമയപരിധി പാലിച്ചുകൊണ്ട് നിങ്ങൾ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കടം വാങ്ങിയ തുക തിരികെ അടയ്ക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പലിശ കൊടുക്കേണ്ടതാണ്. എന്നാൽ 0% ക്രെഡിറ്റ് കാർഡ് പലിശ നൽകേണ്ടി വരില്ലെന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള ധാരണ. എല്ലാ സൗജന്യവും ഈ മാസം വരെയുള്ളൂ തന്നെയാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്. മണി സേവിംഗ് എക്സ്പോർട്ടിന്റെ വെബ്സൈറ്റിന്റെ സ്ഥാപകനായ മാർട്ടിൻ ലൂയിസ് ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ് അദ്ദേഹം. നിലവിലെ ഏറ്റവും ദൈർഘ്യമേറിയ 0% കടം മാറ്റൽ കരാർ ജൂൺ അവസാനം വരെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പണം അടയ്ക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് പരിഷ്കാരങ്ങൾ എങ്ങനെ ബാധിക്കും, അതുപോലെ തന്നെ പണം ലാഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ വംശജനായ UK പുതിയ ചാൻസലർ ഋഷി സുനക് പ്രഖ്യാപിച്ച പുതിയ ബജറ്റ് പ്രകാരം യൂണിവേഴ്സൽ ക്രെഡിറ്റ് വകയിൽ അധികമായ പണം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനാണ്. അതിനായി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് പരിഷ്കാരങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിൽ അധികമായി പണം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ചില ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അർഹരായവർക്ക് അവരുടെ വീട്ടുവാടക, മറ്റ് സർവീസ് ചാർജുകൾ തുടങ്ങിയവ അടയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റ്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് യൂണിയന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന തുക നിശ്ചയിക്കപ്പെടുന്നത്. ക്ലെയിമിന് 35 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിലും ഒരു പാർട്ട്ണർക്കൊപ്പമല്ല ജീവിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ ലഭിക്കുന്ന തുകയ്ക്ക് പരിധി ഉണ്ടെന്നാണ് പറയുക. ഇത്തരക്കാർക്ക് ഒരു ഷെയർഡ് ഹൗസിലെ സിംഗിൾ റൂമിന് വാടക കൊടുക്കുന്നതിന് സഹായിക്കുന്ന വിധത്തിലുള്ള തുക മാത്രമേ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആയി അനുവദിക്കുകയുള്ളൂ. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ മരിച്ചവരുടെ കണക്കാണ്. ഇന്നലെ കോവിഡ് ബാധിച്ച 135 പേരാണ് മരിച്ചത്. ഒരാഴ്ചയായി 1/3 ആശുപത്രികളിലും മരണം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനിലെ കൊറോണ രോഗികളുടെ എണ്ണം 3 ലക്ഷം കടക്കുകയും ചെയ്തു. ഇന്നലെ ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 13 ദിവസം മാത്രം പ്രായമുള്ള കുരുന്ന് കൊറോണയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങി. പൂർണ്ണ ആരോഗ്യവാനായ കുരുന്ന് ഉൾപ്പെടെ ഇന്നലെ 135 പേരാണ് ബ്രിട്ടനിൽ കൊറോണ വൈറസിന് കീഴടങ്ങിയത്. ഇതോടെ ബ്രിട്ടനിൽ ഇതുവരെ കൊറോണ വൈറസ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം 42,288 മാറി. രാജ്യത്ത് മരണസംഖ്യ കുറഞ്ഞതിന് പുറമെ ഒരാഴ്ചയായി 1/3 ആശുപത്രികളിലും ഒരു മരണം പോലും ഇല്ല എന്നുള്ളതും ബ്രിട്ടന് ആശ്വാസമായി മാറുകയാണ്. എന്നാൽ 13 ദിവസം മാത്രം പ്രായമുള്ള പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞിന്റെ മരണമാണ് ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോൾ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്നത്.